നീ ഈ വണ്ടി വേണത് എന്റെ മോന്റെ എത്ര രൂപ വാങ്ങിച്ചടാ? ഞാൻ 750 രൂപ. 750 രൂപ? ഈ വണ്ടി വേണത് അതില് 700 രൂപ സാധനം വാങ്ങിച്ചാണ് 50 രൂപ പണിക്കാശായുള്ളൂ. എടാ നിനക്ക് ഓർമ്മയുണ്ടോ നീ ഹോസ്പിറ്റലിൽ കിടന്നത്? ഞങ്ങൾ നാട്ടുകാരൊക്കെ കൂടി പിരിവിട്ടിട്ടാണ് നീ ഇന്ന് ജീവനോടുകൂടി ഇരിക്കണത്. എന്നിട്ട് നീ ഞങ്ങളോട് ഇതൊക്കെ തന്നെ ചെയ്യണം. ഞാൻ 50 രൂപ പണിക്കാശ് എടുത്തു. 50 രൂപ പണിക്കാശ് വെറുതെ അല്ലടാ നിനക്കൊക്കെ ഈ ഗതി വന്നത്. എനിക്ക് പോടാ. അല്ല, എന്തായിട്ടാണ് ഈ ഹോസ്പിറ്റലിൽ കിടന്നത്? എനിക്ക് ഹാർട്ടിന് ചെറിയൊരു പ്രശ്നമുണ്ടായി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോൾ പൈസ ഭയങ്കരമായിട്ട് ചിലവായി. കയ്യിലുള്ളതൊക്കെ വിറ്റ് പറക്കി കഴിഞ്ഞിട്ടും ഡിസ്ചാർജായി പോരാൻ പറ്റിയില്ല. അങ്ങനെ ഈ പറഞ്ഞ നാട്ടുകാരെ കൂടി ഒരു പിരിവൊക്കെ നടത്തിയിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി പോകുന്നത്. അതാണിപ്പോൾ പറഞ്ഞിട്ട് പോയത്. ഇതൊക്കെ കേൾക്കണേലും ഭേദം മരിക്കണേലും നല്ലത്. കഴിഞ്ഞിട്ടാ. എത്രയും മോനെ? 150. ചേഞ്ച് ഇല്ലല്ലോ. ബാലൻസ് എനിക്ക് വേണ്ട, അത് മോൻ വെച്ചോ. അതൊന്നും വേണ്ട. ഇല്ല മോനെ, ഞാനത് മനസ്സറിഞ്ഞ് തന്നതാണ്. മോനെ അത് വെച്ചോ. ഇല്ല മോനെ, അതവിടെ ഇരിക്കട്ടെ, ഞാൻ മനസ്സറിഞ്ഞ് തന്നതാണ്. അതൊന്നും വേണ്ട കേട്ടാ. എനിക്ക് എൻ്റെ പണിക്കാശ് 150 തന്നത്. മനസ്സറിഞ്ഞ് തന്നൂരല്ലേ നമ്മളെ മനസ്സറിഞ്ഞ് വേദനിപ്പിക്കുന്നത്. ചേട്ടനിപ്പോൾ കേട്ടല്ലേ. പിന്നെ എല്ലാവരെയും ഒരുപോലെ കാണരുതിട്ടാ.